ട്രാഫിക് പോലീസിന് ഇടപെടാൻ ഇത് വഴിയൊരുക്കും. വർദ്ധിച്ചുവരുന്ന വാഹനപ്പെരുപ്പമനുസരിച്ച് മെച്ചപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിയാണ് മന്ത്രാലയത്തിനു കീഴിൽ ട്രാഫിക് പ്ലാൻ തയ്യാറാക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അധികൃതർ വ്യക്തമാക്കി. അതേസമയം വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് 3000-ഓളം പരിസ്ഥിതി സൗഹൃദ ബസ്സുകൾ സജ്ജമാണെന്ന് പൊതുഗതാഗത വിഭാഗമായ മുവാസലാത്ത് അറിയിച്ചു. കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ യൂറോ 5 സ്റ്റാൻഡേർഡ് ബസ്സുകളാണ് ഇവ. 10 ഇലക്ട്രിക് ബസ്സുകളും കുട്ടികളുമായി നിരത്തിലോടും. 2030ഓടെ പൊതുഗതാഗത മേഖല പൂർണ്ണമായും വൈദ്യുതീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഖത്തർ. മീഡിയ 1 ദോഹ. ദ്രവീകൃത പ്രകൃതിവാതകത്തിനായുള്ള ദീർഘകാല കരാർ ഒപ്പിട്ട് കുവൈത്തും ഖത്തറും. 15 വർഷത്തേക്ക് കുവൈത്തിന് ഗ്യാസ് വിതരണം ചെയ്യാനാണ് കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷനും ഖത്തർ എനർജിയും കരാറിൽ ഒപ്പുവച്ചത്. കരാർ പ്രകാരം പ്രതിവർഷം 3 ദശലക്ഷം ടൺ ദ്രവീകൃത പ്രകൃതിവാതകം ഖത്തർ കുവൈത്തിന് നൽകും. 2020-ൽ ഇരു രാജ്യങ്ങളും ആദ്യ കരാറിൽ ഒപ്പുവച്ചതിന്റെ തുടർച്ചയായാണ് പുതിയ കരാർ. കുവൈത്തിന്റെ വൈദ്യുതി ഉൽപാദനത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റാനും സുസ്ഥിര ഊർജ്ജ വിതരണം ഉറപ്പാക്കാനുമുള്ള പദ്ധതിയുടെ ഭാഗമാണ് കരാർ. സൗദി അറേബ്യയിൽ ഡാമുകളുടെ നിയന്ത്രണം ഇനി മുതൽ ജനറൽ ഇറിഗേഷൻ അതോറിറ്റിക്ക് എന്ന തീരുമാനം പ്രാബല്യത്തിലായി. നിലവിൽ പരിസ്ഥിതി കാർഷിക മന്ത്രാലയത്തിനായിരുന്നു ചുമതല. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസംരക്ഷണം എന്നിവ ലക്ഷ്യം വെച്ചാണ് മാറ്റം. സൗദിയിലാകെ 564 ചെറുതും വലുതുമായ ഡാമുകളാണ് ഉള്ളത്. സൗദിയിലാകെ 564 ചെറുതും വലുതുമായ ഡാമുകളാണുള്ളത്. കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായി വലിയ രീതിയിൽ ആശ്രയിക്കുന്നത് ഡാമുകളെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം നേരത്തെ കാർഷിക പരിസ്ഥിതി മന്ത്രാലയത്തിനായിരുന്നു. ഇനി അത് ഇറിഗേഷൻ അതോറിറ്റി വഹിക്കും. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസംരക്ഷണം എന്നിവ ലക്ഷ്യം വെച്ചാണ് മാറ്റം. ഇന്നലെ റിയാദിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡാമുകളുടെ ചുമതല കൈമാറ്റം ഇറിഗേഷൻ അതോറിറ്റിയിലേക്ക് മാറ്റിയ തീരുമാനം പ്രാബല്യത്തിലായി. ഡെപ്യൂട്ടി മന്ത്രി മൻസൂർ അൽ മുഷേത്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ഡാമുകളുടെ നിർമ്മാണം, പ്രവർത്തനം, അറ്റകുറ്റപ്പണികൾ, ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എന്നിവയുടെ വികസനത്തിനായി കരാറിലും ഒപ്പുവെച്ചു. ഡാമുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും അധികൃതർ അറിയിച്ചു. കൈമാറ്റ പ്രക്രിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി 3 കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്. ആസൂത്രണം, മേൽനോട്ടം, കൈമാറ്റ പ്ലാനുകൾ, ജീവനക്കാരുടെയും ഉപകരണങ്ങളുടെയും കൈമാറ്റം എന്നിവ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും. വിശാൽ ചെറുപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. റാസൽ ഖൈമയിൽ ജോലിക്കിടെ ട്രക്ക് മറിഞ്ഞ മലയാളി യുവാവ് മരിച്ചു. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി അതുലാണ് മരിച്ചത്. ഇന്നലെ റാസൽ ഖൈമ സ്റ്റീവൻ റോക്കിലാണ് അപകടമുണ്ടായത്. അതുൽ ഓടിച്ച ട്രക്ക് നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. ക്രഷറിലേക്ക് ലോഡ് കയറ്റി കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. റാസൽ ഖൈമ പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ദുബൈയിൽ സ്കൂൾ കുട്ടികളുമായി പോയ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ വിദ്യാർത്ഥി മരിച്ചു. ഡ്രൈവറടക്കം 11 പേർക്ക് പരിക്കേറ്റു. ഹത്ത ലഹ്ബാബ് റോഡിലാണ് അപകടമുണ്ടായത്. അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ ഇരുമ്പ് ബാരിക്കേഡിൽ ഇടിച്ചു മറിയുകയായിരുന്നു. പരിക്കേറ്റ 11 പേരെയും പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ച വിദ്യാർത്ഥിയുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പരിശീലനം ലഭിച്ച ഡ്രൈവർമാരെയും അംഗീകൃത വാഹനങ്ങളെയും ഏൽപ്പിക്കണമെന്ന് ദുബൈ പോലീസ് മുന്നറിയിപ്പ് നൽകി. ഒമാനിലെ ഹൈമയിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 4 ഇന്ത്യക്കാർ മരിച്ചു. കർണാടക റൈച്ചൂർ ദേവദുർഗ സ്വദേശികളായ ആദിശീഷ് ബാസവരാജ്, പവൻകുമാർ, പൂജ മായപ്പ, വിജയ മായപ്പ എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ട്രെയിലറിലിടിച്ച് കത്തുകയായിരുന്നു. നിസ്വയിൽ ജോലി ചെയ്യുന്ന ആദിശീഷും ബന്ധുക്കളും സലാല സന്ദർശിച്ച് മസ്കത്തിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത്. മൃതദേഹം ഹൈമ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അബുദാബിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശി വനിതാ ജീവനക്കാർക്ക് പ്രസവാവധി 90 ദിവസമായി വർദ്ധിപ്പിച്ചു. നേരത്തെ 60 ദിവസമായിരുന്നു അവധി. ഈ വർഷം സെപ്റ്റംബർ 1-ന് ശേഷമാണ് ആനുകൂല്യം നിലവിൽ വരിക. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി വനിതകളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന നടപടികളുടെ ഭാഗമായാണ് തീരുമാനം. അബുദാബി എമിറേറ്റിൽ നിന്നുള്ള സ്വദേശി വനിതകൾക്കാണ് 90 ദിവസത്തെ പ്രസവാവധി ലഭ്യമാവുക. നേരത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് 60 ദിവസം മാത്രമാണ് പ്രസവാവധി അനുവദിച്ചിരുന്നത്. തൊഴിലുടമയുടെ അംഗീകാരത്തോടെ ശമ്പളത്തോടുകൂടിയ അവധി സമയത്ത് സാമ്പത്തിക സഹായത്തിനും അപേക്ഷിക്കാം. കുഞ്ഞു ജനിച്ച് 30 ദിവസത്തിനുള്ളിൽ മെറ്റേണിറ്റി ലീവിന് അപേക്ഷിക്കണം. ഇമറാത്തി കുടുംബങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും ക്ഷേമത്തിനും പുതിയ തീരുമാനം സഹായിക്കുമെന്ന് അബുദാബി സോഷ്യൽ സപ്പോർട്ട് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഡോക്ടർ ബുഷ്ര അൽ മൊയല്ല പറഞ്ഞു. മീഡിയ 1 അബുദാബി.
കുവൈത്തിൽ വ്യാജ റെസിഡൻസിയും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട സംഘത്തെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. കുവൈത്തി സ്വദേശിയും 2 വിദേശികളുമാണ് പിടിയിലായത്. ഇവർ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ കമ്പനി സജ്ജീകരിക്കുകയും ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് റെസിഡൻസികൾ കൈമാറുകയുമായിരുന്നു. കൂടുതൽ അന്വേഷണത്തിനായി പിടിയിലായവരെ ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറി. പാർപ്പിട മേഖലയിലെ കെട്ടിടങ്ങൾ അനധികൃതമായി വാണിജ്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി മസ്കത്ത് നഗരസഭ. ഇത്തരം നിയമലംഘകർക്കെതിരെ പിഴയടക്കം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പാർപ്പിട മേഖലയിലെ കെട്ടിടങ്ങൾ അനധികൃതമായി വാണിജ്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയമലംഘനമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. പാർപ്പിട മേഖലയിലുള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനൊപ്പം നഗരത്തിന്റെ പൊതുവായ മുഖം കാത്തുസൂക്ഷിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നിയന്ത്രണം. ഇതുപ്രകാരം സീബ്, ബോഷർ, കുറിയാത്ത്, അൽ അമിറാത്ത് എന്നിവിടങ്ങളിലെ നിശ്ചിത റോഡുകളിൽ മാത്രമാണ് കിൻഡർ ഗാർട്ടനുകൾ, സ്വകാര്യ സ്കൂളുകൾ, വനിതകൾക്കുള്ള സലോൺ, മെഡിക്കൽ ക്ലിനിക്കുകൾ, റീറ്റെയിൽ തുണിക്കടകൾ തുടങ്ങിയ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ളൂ. മീഡിയ 1 മസ്കത്ത്. 5G അഡ്വാൻസ്ഡ് നെറ്റ്വർക്കുമായി കുവൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് IT റെഗുലേറ്ററി അതോറിറ്റി ഇതിനായുള്ള പുതിയ ഫ്രീക്വൻസികൾ സിട്ര അവതരിപ്പിച്ചു. ഡിജിറ്റൽ ആപ്ലിക്കേഷനുകൾ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തുടങ്ങിയ സേവനങ്ങളിൽ വൻ മാറ്റം കൊണ്ടുവരാൻ പുതിയ നീക്കത്തിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് സിട്ര ആക്ടിംഗ് ചെയർമാൻ അബ്ദുള്ള അൽ അജ്മി പറഞ്ഞു. 2025 ജൂണോടെ കുവൈത്ത് 3G സേവനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നും 4G, 5G സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനുമായി സൗകര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കമ്മ്യൂണിറ്റിയായി സൗദി അറേബ്യ മാറിയെന്ന പഠനം. രാജ്യത്തെ 99% പേരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. ഈ വർഷം ഡിജിറ്റൽ മാർക്കറ്റിംഗിനായി സൗദിയിലെ സ്ഥാപനങ്ങൾ ചെലവഴിക്കുക 3799 കോടി റിയാലാണ്. സാമ്പത്തിക മാധ്യമങ്ങളുടേതാണ് പഠന റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റ് മാഗസിനാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കമ്മ്യൂണിറ്റിയായി സൗദിയിലെ ജനങ്ങൾ മാറിയതായി പഠനം പറയുന്നു. രാജ്യത്തെ 99% പേരും ഇന്റർനെറ്റ് ഉപയോക്താക്കളാണെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ലോകത്തെ ഏറ്റവും അധികം ഇന്റർനെറ്റുമായി ഇടപഴകുന്നതും ആശയവിനിമയ മാർഗമായി ഉപയോഗപ്പെടുത്തുന്നതുമായ സമൂഹമാണ് സൗദിയിലെ യുവാക്കൾ. വിനോദം, ഇ-കൊമേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലയിലും ഇവർ സജീവമാണ്. സൗദി വിപണിയിലെ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ഇനിയും വളരുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഈ വർഷാവസാനത്തോടെ ഈ മേഖലയിലെ പരസ്യ ചെലവ് $453.8 ദശലക്ഷം വർദ്ധിക്കും. 2025ഓടെ മൊത്ത ദേശീയ ഉൽപാദനത്തിന്റെ 19.2% ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് കണ്ടെത്തുവാനുള്ള സർക്കാരിന്റെ പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ദുബൈയിൽ റോഡുകളുടെ നവീകരണ ജോലികൾ പൂർത്തിയായി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് നീളുന്ന അംബജാൻ, അൽബറാറി, കമ്മ്യൂണിറ്റി എൻട്രൻസ്, എക്സിറ്റ് എന്നിവിടങ്ങളിലെ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയായത്. പ്രദേശത്തെ യാത്രാ തിരക്ക് ഇതോടെ ഗണ്യമായി കുറയും. തുരങ്കപാതയിൽ നിന്ന് റിവേഴ്സിബിൾ ലൈൻ സംവിധാനങ്ങളിലേക്ക് വാഹനങ്ങളുടെ നീക്കം വഴിതിരിച്ചുവിടുക, കമ്മ്യൂണിറ്റി പ്രവേശന കവാടങ്ങളിൽ സിഗ്നലുകളോടുകൂടിയ പുതിയ ജംഗ്ഷൻ സ്ഥാപിക്കുക എന്നീ നടപടികളാണ് ഇതിനകം പൂർത്തീകരിച്ചത്. ഇതോടെ പ്രദേശത്തെ ഗതാഗതം മെച്ചപ്പെടുത്താനും തിരക്ക് കുറയ്ക്കാനും സാധിക്കുമെന്ന് RTA അധികൃതർ വ്യക്തമാക്കി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലെ എൻട്രി പോയിന്റുകളിൽ വാഹനങ്ങൾക്ക് പ്രവേശനത്തിനായുള്ള കാത്തിരിപ്പ് സമയവും നന്നേ കുറയും. തിരക്കേറിയ സമയങ്ങളിൽ പോലും ഇത് മുഖേനയുള്ള യാത്രാസമയം 50% വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നും RTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. തിരക്കുള്ള സമയങ്ങളിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് പ്രവേശിക്കുന്നതിനുള്ള കാലതാമസം 9 മിനിറ്റിൽ നിന്ന് 4.5 മിനിറ്റായി കുറയും. ദുബൈയിലുടനീളം റോഡ് ശൃംഖലകളിൽ അതിവേഗ പരിഷ്കരണങ്ങളാണ് RTA നടത്തിവരുന്നത്. മീഡിയ 1 ദുബൈ. ലോകത്തിലെ ഏറ്റവും കൃത്യനിഷ്ഠ പാലിക്കുന്ന വിമാന കമ്പനികളുടെ പട്ടികയിൽ ഖത്തർ എയർവേസ്. ഏവിയേഷൻ അനലിറ്റിക്സ് കമ്പനിയായ സിറിയമാണ് പട്ടിക തയ്യാറാക്കിയത്. സിറിയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023 സമയബന്ധിതമായി സർവീസ് നടത്തിയ വിമാന കമ്പനികളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ഖത്തർ എയർവേസ്. കൃത്യസമയത്ത് പുറപ്പെടുന്നതിൽ 84.07%, എത്തിച്ചേരുന്നതിൽ 86.4%മാണ് ഖത്തർ എയർവേസിന്റെ പ്രകടനം. ഷെഡ്യൂൾ ചെയ്ത സമയത്തിന്റെ 15 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുന്നതോ പുറപ്പെടുന്നതോ ആണ് ഓൺ ടൈം എന്ന് നിർവചിച്ചിരിക്കുന്നത്. കൊളംബിയയിൽ നിന്നും ബ്രസീലിൽ നിന്നുമുള്ള വിമാന കമ്പനികളാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 40 ദശലക്ഷത്തിലധികം യാത്രക്കാരാണ് ഖത്തർ എയർവേസിൽ യാത്ര ചെയ്തത്. ലോകമെമ്പാടുമുള്ള 170-ലധികം കേന്ദ്രങ്ങളിലേക്ക് കമ്പനി സർവീസ് നടത്തുന്നുണ്ട്. ഖത്തറിന്റെ ഹമദ് വിമാനത്താവളവും കൃത്യനിഷ്ഠയിൽ മുൻനിരയിലുണ്ട്. 82.04% വിമാനത്താവളത്തിൽ നിന്ന് സമയബന്ധിതമായി പുറപ്പെടൽ നിരക്ക്.
മീഡിയ 1 ദോഹ. മെഡിക്കൽ രംഗത്ത് സൗദിയിൽ പ്രവർത്തിക്കുന്നത് 206 ഫാക്ടറികളാണെന്ന് വ്യവസായ മന്ത്രാലയം. വാക്സിൻ, മരുന്ന് നിർമ്മാണം, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണ മേഖലയിലാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഈ രംഗത്ത് കൂടുതൽ നിക്ഷേപവും സൗദി പ്രതീക്ഷിക്കുന്നുണ്ട്. മെഡിക്കൽ രംഗത്ത് കഴിഞ്ഞ 5 വർഷമായി വലിയ മുന്നേറ്റമാണ് സൗദി കൈവരിച്ചത്. മേഖലയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ വിപണിയായി സൗദി മാറി. മിഡിൽ ഈസ്റ്റും ആഫ്രിക്കയും ഉൾപ്പെടുന്ന മേഖലയിൽ $3100 കോടി നിക്ഷേപമാണ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ളത്. ഇതിൽ $1000 ബില്യൺ ഓഹരി സൗദിയുടേതാണ്. അതായത് മൊത്തം വിപണിയുടെ 32% സൗദിക്കെന്ന് ചുരുക്കം. സൗദിയിലേക്ക് ആവശ്യമായ 80% ഫാർമസ്യൂട്ടിക്കൽ വസ്തുക്കളും നേരത്തെ വിദേശത്തു നിന്നായിരുന്നു സൗദി ഇറക്കുമതി ചെയ്തിരുന്നത്. ഇപ്പോഴിത് 70% കുറച്ചു. എന്നുവെച്ചാൽ ആവശ്യമുള്ള സൗദിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. 2018 മുതൽ 200% വളർച്ചയാണ് ഈ രംഗത്തുള്ളത്. 150 മെഡിക്കൽ ഉപകരണ ഫാക്ടറികൾ നിലവിൽ രാജ്യത്തുണ്ട്. 56 ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികളും സൗദിയിൽ പ്രവർത്തിക്കുന്നു. നൂതന ശ്വസന ഉപകരണങ്ങൾ, ഇൻസുലിൻ സിറിഞ്ചുകൾ, സർജറി ഉപകരണങ്ങൾ, തീവ്രപരിചരണ വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന വെന്റിലേറ്ററുകൾ എന്നിവയും സൗദി ഉൽപ്പാദിപ്പിക്കുന്നു. സൗദിയിലേക്ക് ആവശ്യമായ ഇൻസുലിൻ വാക്സിനും 90% വരെ സൗദിയിലുണ്ടാക്കും. ഇതിലേക്ക് വിവിധ ആഗോള കമ്പനികളുമായി സൗദി കരാറിലെത്തിയിരുന്നു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. റിയാദിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിക്ക് വേലി കെട്ടണമെന്ന ഉടമകൾക്ക് റോയൽ കമ്മീഷൻ നിർദ്ദേശം. നഗരത്തിലെ റോഡുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. സെപ്റ്റംബർ മുതൽ ഇതിന്റെ 3ാം ഘട്ടം നടപ്പിലാകും. ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി റോഡിന്റെ ഭംഗിക്ക് കോട്ടം വരുത്തും. ഡ്രൈവർമാരുടെ മുന്നോട്ടുള്ള കാഴ്ചകളിലും പ്രയാസമുണ്ടാക്കും. ഇവിടെ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യും. ഇതെല്ലാം കണക്കിലെടുത്താണ് ഭൂവുടമകളോടുള്ള നിർദ്ദേശം. നേരത്തെ നടപ്പാക്കിയ നടപടിയുടെ 3ാം ഘട്ടമാണ് സെപ്റ്റംബറിൽ തുടങ്ങുക. അബൂബക്കർ അൽ സിദ്ദീഖ് റോഡ്, അനസ് ബിൻ മാലിക് റോഡ്, അൽ ഒലയ റോഡ്, പ്രിൻസ് തുർക്കി ബിൻ അബ്ദുൽ അസീസ് അൽ അവൽ റോഡ്, ഇമാം സൗദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് റോഡ് എന്നിവിടങ്ങളിലാണ് 3ാം ഘട്ടത്തിന്റെ ഭാഗമായി വേലി കെട്ടുക. ഒഴിഞ്ഞുകിടക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും വരും ഘട്ടങ്ങളിൽ വേലി കെട്ടി സംരക്ഷിക്കും. റിയാദ് നഗരത്തിൽ അഭംഗി തോന്നുന്ന റോഡുകളുടെ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് നഗരസഭയുടെ ആപ്പ് വഴി രേഖപ്പെടുത്താനും അവസരമുണ്ട്. മീഡിയ 1, റിയാദ്. തിരികെ വാർത്തകളിലേക്ക്. UAE നാളെ ഇമിറാത്തി വനിതാ ദിനം ആചരിക്കുന്നു. രാജ്യത്തിന്റെ വികസനത്തിന് സ്വദേശി വനിതകൾ നൽകിയ സംഭാവനകളെ ആദരിക്കാനാണ് ആഗസ്റ്റ് 28 എല്ലാ വർഷവും ഇമിറാത്തി വനിതാ ദിനമായി ആചരിക്കുന്നത്. UAEയുടെ വിവിധ മേഖലകളിൽ വനിതകളുടെ ആഘോഷ പരിപാടികൾ നടക്കും. UAE രാഷ്ട്രമാതാവും സുപ്രീം ചെയർവുമണുമായ ഷെയ്ഖ ഫാത്തിമ ബിന്ത് മുബാറക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇമറാത്തി വനിതാ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിൽ രാജ്യത്തിന്റെ മുന്നേറ്റം സൂചിപ്പിക്കുന്നതാണ് ഇമറാത്തി വനിതാ ദിനാചരണം. നാളേക്ക് ഞങ്ങളുടെ പങ്ക് എന്നതാണ് ഇത്തവണത്തെ ദിനാചരണത്തിന്റെ സന്ദേശം. തൊഴിൽ, രാഷ്ട്രീയ പങ്കാളിത്തം, വ്യക്തിഗത പദവി എന്നിവയിലെല്ലാം ഇമറാത്തി വനിതകൾ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട്. UAEക്ക് ജെൻഡർ ബാലൻസ് സ്ട്രാറ്റജി 2022-2026 എന്ന പേരിൽ ലിംഗനീതിക്കായി ലക്ഷ്യങ്ങളും പദ്ധതികളുമുണ്ട്. വിവിധ മേഖലകളിൽ വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ച് ഈ രംഗത്ത് ആഗോള മാതൃകയാണ് UAE. സ്ത്രീ ശാക്തീകരണത്തിൽ ജനറൽ വിമൻസ് യൂണിയനും UAE ജനറൽ ബാലൻസ് കൗൺസിലും പങ്കുവഹിക്കുന്നുണ്ട്. മീഡിയ 1, അബുദാബി. സാങ്കേതിക അറ്റകുറ്റപ്പണികൾ മൂലം പാസ്പോർട്ട് സേവാ പോർട്ടൽ ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെ ലഭ്യമാകില്ലെന്ന് കുവൈത്ത് ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. ഈ കാലയളവിൽ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എംബസിയിലോ ഔട്ട്സോഴ്സ് സെന്ററിലോ ഉണ്ടാകില്ല. എന്നാൽ വിസ സേവനങ്ങൾ ലഭ്യമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഖത്തറിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് UAEയിലേക്ക് പോകുന്ന പ്രവാസി വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ് കൊല്ലത്തിന് പ്രവാസി വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി യാത്രയയപ്പ് നൽകി. സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ സാദിഖ് അലി സി, മജീദ് അലി, അനീസ് റഹ്മാൻ, ജനറൽ സെക്രട്ടറിമാരായ ഷാഫി മൂഴിക്കൽ, താസീൻ അമീൻ, അഹമ്മദ് ഷാഫി എന്നിവർ നേതൃത്വം നൽകി. സൗദിയിൽ ഖമീസ് മുഷയത്തിൽ സംഘടിപ്പിക്കുന്ന ഖമീസ് പ്രീമിയർ ലീഗിന്റെ ജേഴ്സിയുടെയും ട്രോഫിയുടെയും പ്രകാശനം സംഘടിപ്പിച്ചു. അഷ്റഫ് കുറ്റിച്ചൽ, സുബൈർ എന്നിവരാണ് പ്രകാശനം ചെയ്തത്. അസീർ ക്രിക്കറ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരിക്കും ടൂർണമെന്റ്. സെപ്റ്റംബർ 5-നും 6-നുമായിരിക്കും മത്സരങ്ങൾ. സമാപന പരിപാടിയിൽ ഗായകൻ കൊല്ലം ഷാഫി അതിഥിയായെത്തും. ബഹ്റൈനിൽ OICC എറണാകുളം ജില്ലാ കമ്മിറ്റി കലാവേദിയുടെ നേതൃത്വത്തിൽ പുസ്തക പരിചയം സംഘടിപ്പിച്ചു. സുധാമേനന്റെ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകം ഫിറോസ് തിരുവത്രയും കുമാരി റിഥി രാജീവനും പരിചയപ്പെടുത്തി. പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചർച്ചയിൽ സെക്രട്ടറി രഞ്ജൻ ജോസഫ് മോഡറേറ്ററായിരുന്നു. ബിനു കുന്നന്താനം, MS സയ്യിദ്,
റഷീദ് മാഹി എന്നിവർ സംസാരിച്ചു. സൗദിയിലെ ഖമീസ് മുഷയത്തിലെ ടീം അമിഗോസ് വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു. തിരുവോണ ദിനത്തിൽ ആരവം എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ കലാകായിക പരിപാടികളും ഗാനമേളയും ഉണ്ടാകും. ഗായകരായ അൻവർ സാദത്ത്, ദുർഗ വിശ്വനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ഖമീസ് മുഷയത്ത് ജൂബിലി ഓഡിറ്റോറിയത്തിൽ പ്രവേശന ടിക്കറ്റ് വിതരണവും ലോഗോ പ്രകാശനവും സംഘടിപ്പിച്ചു. കമ്മിറ്റി ചെയർമാൻ മുനീർ ചക്കുവള്ളി ഉദ്ഘാടനം ചെയ്തു. ഇംതിയാസ് പത്തനംതിട്ട, മുജീബ് എള്ളുവിളയിൽ തുടങ്ങിയവർ സംസാരിച്ചു. അറബ് വാട്ടർ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ കുവൈത്ത് നീന്തൽ ടീമിന് 6 മെഡലുകൾ. കൈറോയിൽ നടക്കുന്ന 3ാമത് അറബ് വാട്ടർ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിനത്തിലാണ് നീന്തൽ ടീം 6 മെഡലുകൾ നേടിയത്. ഇതോടെ ആകെ 14 മെഡലുകൾ കുവൈത്ത് സ്വന്തമാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇരയായ കുട്ടികൾക്ക് ആശ്വാസവുമായി മലയാളം മിഷൻ കുവൈത്ത്. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് സഹായവുമായി മലയാളം മിഷന്റെ നേതൃത്വത്തിൽ വയനാടിന് $1 എന്ന ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിനിലേക്ക് കലാകുവൈത്തിന്റെ 4 മേഖലകളിലെ മാതൃഭാഷാ ക്ലാസുകളിൽ നിന്ന് സ്വരൂപിച്ച ഫണ്ട് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു മലയാളം മിഷൻ കുവൈത്ത് ചാപ്റ്റർ സെക്രട്ടറി കെ സജിക്ക് കൈമാറി. സാൽമിയ കലാ സെന്ററിൽ നടന്ന പരിപാടിയിൽ അനൂപ് മങ്ങാട്ട്, അനിൽകുമാർ, PR കിരൺ എന്നിവർ സന്നിഹിതരായി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉമർ പൊന്നാനി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം BKM ഷാഫി, അബ്ദുസ്സലാം കുറുക്കോൾ എന്നിവർ സംസാരിച്ചു. മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. UAEയിലെ മലയാളി ഡോക്ടർമാരുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ആൻഡ് ഡെന്റൽ ഗ്രാജുവേറ്റ്സിന് കീഴിൽ അജ്മാൻ ഫ്രീ സോണിൽ ആരോഗ്യ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും നടന്നു. ദുബായ്, ഇന്ത്യൻ കോൺസുലേറ്റ്, ആരോഗ്യ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ഇന്ത്യൻ കോൺസുലേറ്റ് ലേബർ കോൺസുൽ വിജേന്ദർ സിംഗ്, വൈസ് കോൺസുൽ ദീപക് ദഹാർ, ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി മറിയം തുടങ്ങിയവർ പങ്കെടുത്തു. AKMG നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ സുഗു മലയിൽ കോശി, അജ്മാൻ ഘടകം ചെയർമാൻ ഡോക്ടർ ജയപ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് KMCC ബഹ്റൈൻ 66 ലക്ഷം രൂപ നൽകി. പുനരധിവാസ ഫണ്ട് സംബന്ധമായി പ്രഖ്യാപനം വന്നയുടൻ ആരംഭിച്ച 10 ദിവസം കൊണ്ടാണ് KMCC ബഹ്റൈൻ തുക സ്വരൂപിച്ച് നൽകിയത്. വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 50 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്ത് കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്. വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 37 പൈസ, UAE ദിർഹം 22 രൂപ 85 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 5 പൈസ, ഒമാനി റിയാൽ 218 രൂപ 3 പൈസ, കുവൈറ്റ് ദിനാർ 274 രൂപ 94 പൈസ, ബഹ്റൈൻ ദിനാർ 222 രൂപ 75 പൈസ. പിടി 7 സമയം ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നു.